ഇന്ന് വിനായക ചതുർത്ഥിയാണ്. ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേ ക്ഷേത്രത്തിലേക്ക് പോവാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി തിഥിയിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഞാൻ ഈ സമയം ദേ കുറച്ച് മുക്കുറ്റിയൊക്കെ പറിച്ചെടുത്ത് ഒരു വാഴയിലയിൽ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗണപതി ഭഗവാന്റെ പ്രിയപ്പെട്ട പൂക്കളിൽ ഒന്നാണ് മുക്കുറ്റി. മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തിയാൽ സർവ്വഗ്രഹ ദോഷങ്ങൾക്ക് പരിഹാരം എന്നാണ് വിശ്വാസം. തലേ ദിവസം തന്നെ വന്ന് ഞാൻ വഴിപാടുകളൊക്കെ ചീട്ടാക്കിയിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം അഷ്ടദ്രവ്യ ഗണപതി ഹോമം പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. അങ്ങനെ ദേ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയപ്പോൾ തന്നെ ദേ ഇവിടെ കുറേ അമ്മമാരുടെ നാമജപമാണ് കേട്ടോ കേട്ടത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ല സുഖമാണ് കേട്ടോ. കുറേ അമ്മമാർ അതുപോലെ നാരങ്ങ സമർപ്പിച്ചിട്ടുണ്ട്. കുറേ പേര് അവിടെ ഇരുന്നിട്ട് നാരങ്ങമാല കെട്ടുന്നുണ്ട്. ഇനി നാരങ്ങമാല കെട്ടുന്നത് എന്തിനാണെന്നറിയോ? ഇതിനൊരു കണക്കും കാര്യമൊക്കെ ഉണ്ട്. 18 നാരങ്ങ കോർത്തിണക്കിയിട്ടാണ് മാല ചാർത്തേണ്ടത്. പെട്ടെന്നുള്ള ആഗ്രഹ സാഫല്യത്തിന് ഉത്തമമായ വഴിപാടാണ് കേട്ടോ നാരങ്ങമാല സമർപ്പണം എന്നാണ് വിശ്വാസം. അമ്പാടി ദയ ചേച്ചിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ. ആള് കരുതി കാണും ഒരു നാരങ്ങയെങ്ങാനും തന്നാലോ എന്ന്. അങ്ങനെ ദേ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ തീർത്തും പ്രസാദമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങാൻ തനുട്ടങ്ങനെ ധൃതി കൂട്ടായിരുന്നു കേട്ടോ. അവനിന്ന് സ്കൂളിൽ പൂക്കള മത്സരമാണ്. അപ്പം പെട്ടെന്ന് അവിടെ എത്തണം. എന്നോട് വേഗം ഇറങ്ങാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സരസ്വതി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെയും തൊഴുതിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. അങ്ങനെ ദേ തിരിച്ച് പോകുന്ന വഴിയാണ് കേട്ടോ ഒരു പൂക്കട കണ്ടത്. നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ തനുട്ടനൊന്ന് സ്കൂളിലേക്ക് പൂക്കള മത്സരമായതുകൊണ്ട് കുട്ടികളോടൊക്കെ ടീച്ചർ കുറച്ച് പൂ കൊണ്ടുവരാനും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേ 50 രൂപയ്ക്ക് കുറച്ച് പൂവൊക്കെ മേടിച്ചു കേട്ടോ. കുറച്ചല്ല കേട്ടോ, അത്യാവശ്യം പൂവൊക്കെ 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ടേ. നമ്മൾ അമ്പാടിനെ കണ്ടോ, കട്ട കലിപ്പിലാണ് കേട്ടോ ആള്. വേറൊന്നുമല്ല, ഞാൻ അവനെ കൂട്ടാതെ ഒറ്റയ്ക്ക് പൂ വാങ്ങാൻ പോയതിനുള്ള ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ ദേ ഒരു വിധത്തിൽ അവന് സോപ്പിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ദേ നമ്മളെ പരപ്പനങ്ങാടിയിൽ അക്ഷയഭവൻ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ. ഇവിടെ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല രുചിയായിട്ട് തന്നെ നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്ന് ഹോട്ടലിൽ ഇരുന്നേ. അത് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയ ഉടനെ എനിക്ക് തീരെ ക്ഷമയിലായിരുന്നു. വേഗം ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ പ്രസാദം ദേ ഒരു പ്ലേറ്റിലേക്ക് കൊട്ടിയിട്ടുണ്ട്. കണ്ടോ, തേങ്ങാപ്പൂളും അവലും ശർക്കരയും ഒക്കെ കൂടി കൂട്ടിക്കുഴച്ചിട്ടുള്ള നല്ല രുചിയുള്ള ഒരു പ്രസാദമാണ് കേട്ടോ ഇത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.